പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദീപിക ഒന്നും മനസ്സിലാവില്ല. എന്താ പറഞ്ഞത്? കേൾക്കണില്ല അച്ഛാന്ന് അല്ല കേൾക്കണില്ല ചേട്ടാന്ന് പറയും. പിന്നെ പെട്ടെന്ന് തന്നെ അയ്യോ അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഒരു അലർജി ആയിരിക്കുള്ളൂ. മുത്തശ്ശി അച്ഛൻ സ്റ്റെപ്പ് വന്ന് വീണ് ബോധം പോയിന്ന് പറയും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വിഷമാവും. അപ്പോൾ മോളെ പോകാൻ വരട്ടെ, ഈ ഒരു ചടങ്ങ് കഴിയട്ടെ എന്നപ്പോൾ ദീപ്തി പൊട്ടിത്തെറിക്കും. മുത്തശ്ശിക്ക് ഇപ്പോഴും ഇത് തന്നെയാണല്ലേ വലുത്. വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും എല്ലാവരും കൂടി ഇത്രയും എത്തിച്ചില്ലേ, എന്നിട്ട് ഇന്നത്തെ ദിവസം തന്നെ എൻ്റെ അച്ഛനെ കെടുത്തിയില്ലേ, നിങ്ങൾക്ക് ആർക്കും വരാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട അമ്മേ, ഞാൻ പോകും എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക്, എൻ്റെ അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഒരു കാര്യത്തിന് ഞാൻ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദീപ്തി ഇങ്ങനെ എല്ലാവരും കേൾക്കലെ പൊട്ടി തെറിക്കിന്. അപ്പോൾ അച്ഛമ്മയ്ക്കാണെങ്കിൽ മുത്തശ്ശിക്ക് പോകണ്ടാന്നുണ്ട് വല്ലാത്തൊരു ഫീലിങ്. പക്ഷെ എന്തായാലും ദേവതമോളുടെ ഈ ചടങ്ങൊന്ന് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ആ സാധു അവിടെ നിൽക്കും. അമ്മ എന്തായാലും ദീപ്തിയുടെ പിന്നാലെ ഇറങ്ങി ഓടുന്നുണ്ട്. പിന്നീട് ഞാനും വരുന്നുണ്ട് മുത്തശ്ശി എന്നും പറഞ്ഞ് അമ്മേ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ വേദയും സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണം മുടങ്ങി. നന്ദിനിക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വിക്രമിൻ്റെ കൈ തട്ടി ആ താലിയും അതുപോലെ തന്നെ ആ തട്ടും കൂടെ അങ്ങനെ മറിഞ്ഞ് വീഴും. മറിഞ്ഞ് നേരെ പറന്ന് വന്നിട്ട് നമ്മുടെ വേദയുടെ കഴുത്തിലേക്ക് വീഴും. വേദ ആ നിപ്പിൽ തന്നെ അങ്ങനെ സ്റ്റെക്കായി നിൽക്കും. വേദ എന്നിട്ട് മാല പിടിച്ച് നോക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണ്. വിക്രമും വല്ലാതെ അങ്ങോട്ട് ആവുന്നുണ്ട്, ഞെട്ടുന്നുണ്ട്. വിക്രം മാത്രമല്ല, സുധാകരനും കമലയും അച്ചമ്മയും നന്ദിനിയും എല്ലാവരും ആകെ ഷോക്കാവുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവില്ല. മേളം തുടങ്ങട്ടെ എന്ന് അച്ചമ്മ പറയും. അപ്പം മേളം തുടങ്ങി. അനിക്കുട്ടനൊക്കെ സന്തോഷം കൊണ്ട് ഇങ്ങനെ ചിരിക്കിന്. കല്യാണം നടന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. ഇപ്പം മനസ്സിലായില്ലേ, ഉമാമഹേശ്വരി ഇത് തീരുമാനിച്ചിട്ടുണ്ടായ കാര്യമാണ്. ഇത് ആര് മുടക്കാൻ വിചാരിച്ചാലും ഇത് നടക്കും എന്ന് പറയുന്നത്. ഇപ്പം കണ്ടില്ലേ, ആ താലി തന്നെ വേദമോളുടെ കഴുത്തിൽ വന്ന് വീണില്ലേ. ഈ താലിക്ക് ഈ അവകാശി വേദ തന്നെയാണ്. മുത്തശ്ശിക്ക് സന്തോഷമായി മോളെ, നിങ്ങൾ നല്ല സന്തോഷത്തോടെ ജീവിക്കണം. എന്നിട്ട് വിക്രമിനോടും പറയും, വേദ നിനക്കുള്ളത് തന്നെയാണ്, അതിൻ്റെ തെളിവാണ് ഭഗവാൻ കാണിച്ചു തന്നത്. സന്തോഷത്തോടെ ജീവിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് വരാമെന്ന് പറയും. ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോകും. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, ഇപ്പം എന്തായാലും ചടങ്ങൊക്കെ ഭംഗിയായി നടന്നില്ലേ, ഇനി നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാമെന്ന് പറയും. എല്ലാവർക്കും ഇലയിടാം എന്നൊക്കെ പറഞ്ഞ് വിശ്വം ആ ഭാഗം കളറാക്കും. പിന്നെ മഹാദേവനെയൊക്കെ ഇനി കാണിക്കുന്നത്, എല്ലാവരെയും കാണിക്കുന്നത് നല്ലൊരു ഭാഗമാണ് കാണിക്കുന്നത്. ആ സമയത്ത് രാധയാണെങ്കിലും നഖം കടിച്ച് ഇങ്ങനെ കളയും. നീ ആ നഖം കടിച്ച് കളഞ്ഞിട്ട് എന്താ കാര്യം, അവിടെ നടക്കാനുള്ളത് നടന്നിരിക്കും. ഇപ്പം മുഹൂർത്തം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. ഇല്ല, ഒരിക്കലും വിക്രമേട്ടൻ അവളുടെ കഴുത്തിൽ താലി കെട്ടില്ല, നോക്കിക്കോ. നീ നോക്കിയിരുന്നോടി മണ്ടി, അവനെപ്പോലെ ഒരു പൊട്ടനാ നിനക്ക് ലോകത്ത് കണ്ടിട്ടില്ല എന്ന് പറയും. അവൻ നിന്നെ പറ്റിച്ചതാണ്. ഒരിക്കൽ അമ്പലത്തിൽ വെച്ച് ബലമായി അവളുടെ കഴുത്തിൽ താലി കെട്ടി. പിന്നെ അവൻ്റെ അച്ഛന്മാരെ വീട്ടിൽ പോയി മാലയിട്ട്. ഇപ്പം ഇതാ എല്ലാവരുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞിട്ടും താലി കെട്ട്. ശ്രീനിവാസൻ്റെ വകയായിട്ട് അതും കഴിഞ്ഞ്. ഇനി ഇതിൽ കൂടുതൽ എന്തുണ്ട് നിനക്ക് വിശ്വസിക്കാനുള്ളത്? മരക്കഴുത എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നില്ല. ഞാൻ എന്തായാലും വിശ്വസിക്കില്ല, വിക്രമേട്ടൻ അവളുടെ കഴുത്തിൽ താലി കെട്ടില്ല എന്ന് പറയും. പെട്ടെന്ന് തന്നെ രാധയുടെ ഫോണിലേക്ക് കോൾ വരും. ആ ജീനേണി, എന്തായി ജീനെ, നടന്നില്ലല്ലോ എന്ന് പറയും. വല്ലാത്തൊരു പ്രതിസന്ധിയൊക്കെ ആയിരുന്നടി എന്ന് പറയും. ആ കേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ രാധയ്ക്ക് വലിയ സന്തോഷമാകും. കണ്ട, കല്യാണം നടന്നില്ല എന്ന് പറയും. അങ്ങനെ കല്യാണം നടക്കൂല എന്നുള്ള നിമിഷത്തിൽ ലാസ്റ്റ് സംഭവിച്ച കാര്യങ്ങളൊക്കെ രാധയോട് ഇങ്ങനെ ജീന പറയുന്നു. താലിമാല തട്ടിപ്പോയതും തെറിച്ചതും അതുപോലെ തന്നെ അത് അവരുടെ കഴുത്തിൽ തന്നെ വീണതും അങ്ങനെ കെട്ടുമേളം നടന്നതും കല്യാണം അംഗീകരിച്ചതും സൂപ്പറായി പറഞ്ഞപ്പോൾ സൂപ്പർ വെച്ചിട്ട് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് രാധ അലറും. പിന്നീട് ഓട്ടോറിക്ഷ ചാരി നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടി കരയണേ. അപ്പോൾ നമ്മുടെ രാധയുടെ അമ്മ വന്നിട്ട് പറയും, ആ അപ്പം കല്യാണം നടന്നല്ലേ മോളെ, നീ അത് മറക്കും മോളെ, ഇനി നിനക്ക് അവനെ വിധിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ രാധ അങ്ങനെ രണ്ടും കൽപ്പിച്ച് ദേഷ്യത്തോടെ ഇങ്ങനെ മൂക്കൊക്കെ കഴുകി ഒരു ധൈര്യം വന്ന പോലത്തെ ഒരു ഭാവമായിരുന്നു രാധയ്ക്ക് ആ സമയത്ത്. പിന്നെ ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് മോളും ഭാര്യയും ചെല്ലുന്നുണ്ട്. എന്ത് പറ്റി അച്ഛാ, അച്ഛന് എന്ത് പറ്റി, അങ്ങ് പോകുന്നതിലൊരു കുഴപ്പമുണ്ടായില്ലല്ലോ, എന്നിറങ്ങുന്ന സ്റ്റെപ്പാണല്ലോ ശങ്കരേട്ടാ, പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല, പെട്ടെന്ന് ഇങ്ങനെ വീണതെന്ന് പറയും. ആ സമയത്ത് മരുന്നും ഡിസ്ചാർജ് ബില്ലൊക്കെ ആയിട്ട് ശ്രീകാന്ത് വരും. ആ എനിക്കറിയില്ല, നിങ്ങൾ വന്നോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായി എന്ന് പറയും. പറഞ്ഞതല്ല ഞാൻ പോകണ്ടാന്ന്, അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിച്ചപ്പോൾ സമാധാനമായില്ലേ എന്നൊക്കെ പറയും. ശ്രീകാന്തേ, നീ മിണ്ടണ്ട, നിനക്ക് മിണ്ടാൻ അവകാശമില്ല, ഇതെന്താണെന്ന് എനിക്കറിയില്ല, അച്ഛൻ വന്നപ്പോൾ തുടങ്ങിയാണ് എന്നോട് ദേഷ്യപ്പെടുന്നെന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങി പോകും. പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. അമ്മ വന്നോ, ആ ചടങ്ങ് എന്തായി അമ്മേ എന്ന് ചോദിക്കും. എന്താവാൻ, അത് നടക്കില്ല എന്ന് വിചാരിച്ചിരുന്നാണ്. അപ്പോഴത്തേനും ശങ്കരൻ ബോധം കെട്ടെന്ന് പറഞ്ഞതോടുകൂടി എല്ലാവരും ആകെ വിഷമിച്ച് നിങ്ങളുടെ പിന്നാലെ തന്നെ വേദമോളും ഇറങ്ങി ഓടിയതാ. പക്ഷേ വിക്രമിൻ്റെ കൈ തട്ടി ആ തട്ട് തെറിച്ച് അതിലുണ്ടായിരുന്ന താലിമാല ഭഗവാന്റെ തലയിലൂടെ എന്ന് പറഞ്ഞ പോലെയാണ് ശരിക്കും വന്നത് നമ്മുടെ വേദയുടെ കഴുത്തിൽ വീണെന്ന് പറഞ്ഞപ്പോൾ സാവിത്രിക്ക് അങ്ങനെ സാവിത്രിമാനെ പറഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷമാവുന്നുണ്ട് ദീപ്തിക്കും അമ്മയ്ക്കും ഒക്കെ. അപ്പോൾ നമ്മുടെ ശ്രീകാന്തിനാണെങ്കിൽ ഭയങ്കര ദേഷ്യമാവുന്നുണ്ട്. ആ നന്നായി, എൻ്റെ ആശീർവദിച്ച് പോന്നല്ലേ,
അവളെ ഈ സമയത്ത് അവളെയും കൂട്ടി ഇങ്ങോട്ട് ഇറങ്ങേണ്ടതിന് പകരം മുത്തശ്ശി നിങ്ങളാണ് ഈ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം അപ്പോൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് കളഞ്ഞത്. ആ താലിയും തട്ട് അവളെ കഴുത്തിലേക്ക് അബദ്ധത്തിലൊന്ന് വീണതിന് അവൻ കല്യാണം കഴിച്ചതാക്കി അവളവിടെ വിട്ടു കൊടുത്തു എന്നൊക്കെ പറയും. അപ്പോൾ ശങ്കരൻ പറയും മതി നിർത്ത്, നിനക്ക് പറയാൻ അവകാശമൊന്നുമില്ല. ഒരാളുടെ ജീവൻ എടുക്കാൻ ഒരാൾ ഇഷ്ടമില്ലാണ്ട് അയാളുടെ കൂടെ ജീവിക്കാൻ പോയി, അതൊരു വശം സത്യം തന്നെയാണ്. പക്ഷേ ഒരാളുടെ ജീവൻ എടുക്കുന്നുണ്ടല്ലോ, അതത്ര നല്ല കാര്യമൊന്നുമല്ല. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട. വേദ ഈ വീട്ടിലുണ്ടാക്കി തന്ന വിഷമം ഒരുപാടാണ്, അതെനിക്കറിയാം. എന്ന് വെച്ചിട്ട് ഒരാളുടെ ജീവൻ എടുക്കാനൊന്നും ഇവിടെ ആർക്കും അനുവാദമില്ല എന്ന് പറയും. പെട്ടെന്ന് വേദയും ഫോൺ വിളിക്കും. ചേച്ചി അങ്ങനെ അച്ഛൻ എങ്ങനെയെന്ന് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, അച്ഛൻ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നെന്ന് പറയും. എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ദീപ്തി കൊടുക്കാൻ പോകും. പക്ഷേ മേടിക്കില്ല. ശങ്കരനാരായണൻ പറയും എനിക്ക് ആരോടും സംസാരിക്കേണ്ട എന്ന് പറയും. വേണ്ട മോളെ, ഞാൻ കേട്ട് അച്ഛൻ പറയണത്, എനിക്കത് മതി. അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ, അച്ഛൻ എന്നോട് സംസാരിച്ചില്ലെങ്കിലും സാരമില്ല എന്ന് പറയും. ചേച്ചി എന്ന് ദീപ്തി വിളിക്കുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല മോളെ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഫോൺ വയ്ക്കും. എന്നിട്ട് വേദ ഇങ്ങനെ പൊട്ടിക്കരയിന് അവിടെ ഇരുന്നിട്ട്. വേദയ്ക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. പച്ചമണി ഈ സന്തോഷത്തോടെ വിളിക്കാൻ വന്നതായിരുന്നു. പെട്ടെന്നാണ് വേദ ഇരുന്ന് കരയണ കാണുന്നത്. അയ്യേ വേദ മോളെ, നീ ഇരുന്ന് കരയണ, എന്നും ചിരിച്ച് ഓടി നടന്നു എന്ത് പ്രതിസന്ധിയും ധൈര്യത്തോടെ നേരിട്ടിരുന്നു, നീ എന്തിനാ ഇങ്ങനെ കരയണത്? ഇങ്ങനെ കരയാൻ പാടില്ല. നിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിണങ്ങിയവരൊക്കെ എന്തായാലും ഇണങ്ങും. സാവിത്രിമ്മ പറഞ്ഞില്ലേ, ഒരു നാൾ എല്ലാവരും ഇണങ്ങും. അതിന് വേണ്ടത് നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടെ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്കിടയിൽ ഒരു കുട്ടി വരും. കുട്ടി വരുന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങൾക്കും അവസാനമാവും എന്ന് പറയുമ്പോൾ വേദം ഇങ്ങനെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് മോളെ. നിങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞും കൂടെ വരുമ്പോൾ നിങ്ങളുടെ അകന്നു നിന്നവരെല്ലാവരും നിങ്ങളായിട്ട് അടുക്കുമെന്ന് പറയും. പിന്നെ ഇങ്ങനെ കരഞ്ഞിരുന്നാൽ ശരിയാവില്ല. വിക്രം എന്ന പോത്തിൻ്റെ ധനപ്പെട്ട ദിവസമാണ്. നീ കരയാൻ പാടില്ല, ഇങ്ങനെ ഇരിക്കാനും പാടില്ല. അതെ, വിക്രം എന്ന ആ കാട്ടുപോത്തിൻ്റെ മൂക്കിലെ മൂക്ക് കയറിടണ്ടവളാണ് നീ. അവൻ്റെ കൂടെ എന്നും ഉണ്ടാവണം, മനസ്സിലായോ? ഇതൊക്കെ ഒരു കുഞ്ഞുണ്ടാവുന്നതോടുകൂടി തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ മോളെ എന്നൊക്കെ പറഞ്ഞപ്പോൾ വേദ ഇങ്ങനെ നാണത്തോടെ പുഞ്ചിരിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം.